Hi. So, welcome back. Vlog with Money. സോ ഇന്ന് ഞങ്ങൾ മജ്നു പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ മാലിൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നാണ് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ തുടക്കത്തിലിടും. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്. ഒരു കൊറിയൻ സ്ട്രീറ്റാണ്. കൊറിയൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പറ്റിയൊരു വൈബാണ്. കൊറിയൻ ഫുഡ്സാണ് ഞങ്ങളിന്ന് ട്രൈ ചെയ്യാൻ പോണേ. സോ കാണൂ ഗൈസ്, ബൈ ബൈ. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ വണ്ടി. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബാലു ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് എന്റെ ചാനലാണ്. വെൽക്കം ടു മൈ ചാനൽ. വെൽക്കം ടു ഡോണർ സ്റ്റൈൽ. എനിക്ക് ഇത് പ്രൊമോഷൻ. വെൽക്കം ടു ഊട്ടി. നൈസ് മീറ്റ്. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ട്രോൾ ബൈ മമ്മി. അപ്പോ ഞങ്ങള് ഇതുപോലെ പോകാൻ തുടങ്ങാണ്. ഓക്കെ, അവൻ മ്യൂസിക്കിലോട്ട് കിടക്കുവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങള് പോകുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അജ്മിനെ കശ്മീരിന്റെ വ്ലോഗിങ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ സെയിം സാധനമായിരിക്കും ഇരുന്നത്, പക്ഷെ വേറെ വേറെ കണ്ടന്റ് ഇടാൻ ശ്രമിക്കുന്നതാണ്. ഫുഡ് മെയിൻ ഫുഡാണ് നമ്മുടെ മെയിൻ പോണ മെയിൻ കാരണം. ഫുഡിന്റെ വീഡിയോ ആയിരിക്കും പ്രതീക്ഷിക്കുക. പിന്നെ അവിടുത്തെ ഇത് കൊറിയൻ സ്ട്രീറ്റ് എങ്ങനെ ഇരിക്കും, അവിടുത്തെ എന്താണ് ട്രൈ ചെയ്യേണ്ടത്. ബബിൾ ടീ ഉറപ്പായിട്ട് ട്രൈ ചെയ്യും. ബബിൾ ടീ ബബിൾ उसको सीट को पीछे कर लो, साइड में करना चाहो तो ऐसे सबसे पिछली സിദ്ധനാ, മഹാസിദ്ധൻ. അത് വാഴയാ മത്തായിച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ, വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കണത്. നീ വന്നേ. ബാക്കി വീഡിയോ ജഹാംപൂരിലേക്ക് ചെല്ലാൻ. അശോകയുടെ സർവീസ് വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. അശോകയുടെ ഷട്ടർ സർവീസ് ഇവിടെ എവിടെ വേണേലും കിട്ടും. അതാണ് കോമഡി. വുഡിന്റെ ഒരെണ്ണം പോലും കാണാൻ കിട്ടില്ല, പക്ഷെ അശോകയുടെ കിട്ടും കേട്ടോ. വൺ ഡേ ഞാൻ എൻ്റെ കോളേജിന് ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു. നല്ല കോളേജാണ് കേട്ടോ. എല്ലാവരും വരണം, ഇവിടെ വന്ന് തന്നെ പഠിക്കണം. മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ വീഡിയോ അലോട്ടഡ് അല്ല. സോ ഞാൻ എൻട്രൻസ് കാണിച്ചു തരാം. ഇതാണ് ജഹാംപൂരി മെട്രോ സ്റ്റേഷൻ. ഇവിടെയാണ് ഞങ്ങൾ പോണത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ അടുത്ത ഇന്റർസെക്ഷൻ എടുത്ത് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് ഫുൾ എടുക്കും. എവിടെയാണോ പോയി ഇടങ്ങുന്നത് അവിടെ അങ്ങനെ എടുക്കുന്ന ടിക്കറ്റ്. കോയിൻ പോലെ ഉണ്ട്. ഇവിടെ നമ്മുടെ മറ്റേ സംഭവമല്ല, കോയിനാണ്. എന്താ പറയാ, വർക്കാവില്ലെന്ന് അറിയത്തില്ല, വെച്ചാലും അറിയത്തില്ല. ഗൈസ്, ഇത് വർക്കാവുന്നില്ല. ഡൽഹിയുടെ പുരോഗതിയുടെ ഫസ്റ്റത്തെ പാർട്ടാണ്. വർക്കാവാത്ത സാധനത്തിലാണ്. അതെ, എത്തിയല്ല. സോ ഇനി ഇവിടുന്ന് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. എന്താണല്ലേ, എന്താ പറയാനുള്ളത്? ഇത് വർക്കാവുന്നില്ല. ആരെയാണ് കുഴപ്പം? എങ്ങനെ ഇരിക്കണം? എടാ, ഇത് കട്ട് ചെയ്തിട്ട് സ്വിച്ച് കണ്ടോ? സോ ഞങ്ങള് വലിയൊരു കടമ്പ് കടന്ന്
ഇതാണ് കാർഡ്, മെട്രോ കാർഡ്. നിനക്ക് ഏതാണ്ടിലെ കാർഡ് തുടങ്ങിയപ്പോഴാണ് ഇത് എന്റെ അല്ല, വരുംചേട്ടന്റെ. എന്റെ കാർഡ് മിസ്സിംഗ് ആണ് ഗൈസ്. അത് ഞാൻ കണ്ടുപിടിക്കും എങ്ങനെയെങ്കിലും. സോ പപ്പ എന്തൊക്കെയോ ഉപദേശങ്ങൾ അർജുന് കൊടുക്കുന്നുണ്ട്. ഈ മനുഷ്യൻ എപ്പോ നോക്കിയാലും ഗെയിം കളിക്കും. കൊറേ നാളായാലും തന്നെ ഉദ്ദേശിക്കാൻ നടക്കുന്നത്. താൻ ആരാന്നോ തന്റെ വിചാരം? ഇത്ര സ്വാതന്ത്ര്യം തന്നപ്പോ തലക്കരുത് വരാൻ നോക്കണം. മാത്രം പറയില്ല അവൻ. വേറെന്താ പരിപാടിയാണ്? ഇവനെന്താണ് പെട്ടയൊക്കെ അടിച്ച് സൺബാത്തൊക്കെ അടിച്ച് വരുന്നുണ്ട്. ഇന്ന് തിരക്ക് കുറച്ച് കുറവാണ്. പക്ഷെ അവിടെ എന്തോ ഇറന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വൃത്തികെട്ട പരിപാടിയൊക്കെ ഇവിടുത്തെ മെട്രോക്കാർ കാണിക്കും. എന്തോ ഇറന്നും പറഞ്ഞെന്തോ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആട്ടോ. കാരണം സോണിപ്പട്ടി എന്നുള്ള മൊത്തം ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് ഇന്റർസെക്ഷൻ എടുത്ത് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത്. സോ ഇവിടെ എപ്പോഴും ക്രൗഡ് ഭയങ്കര കൂടുതലായിരിക്കും. മിലൻ സിറ്റി സെന്ററിലാണ് അടുത്ത വരുന്നത്. അത് 6 മിനിറ്റിനുള്ളിൽ വരും. അപ്പുറത്ത് വേറെ. നമുക്ക് എങ്ങോട്ടാണ് പോകണ്ടേ? മജുരക്കടയിലെ ഏത് സ്റ്റോപ്പിലാ പോയി ഇറങ്ങണ്ടേ? നമ്മള് ജഹാംഗ്പൂരിന്ന് വിധാൻസഭയിലോട്ടാണ് കേറുന്നേ. ചെറുക്ക ചടിച്ചാവാൻ നോക്കല്ലേ. ഇത്രയും തന്റെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലെ? അഭിനയത്തിന് 2 തവണ ആന്ധ്ര ഗവൺമെന്റിന്റെ അവാർഡ് വാങ്ങിച്ച നടിയാ മുതലാളി അവര്. എന്താ മോനെ നോക്കുന്നേ? നിരീക്ഷണമാണ്. കോട്ട കഴിഞ്ഞില്ലേ, ഇനി നോക്കിക്കോട്ടെ. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഓനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. അങ്ങനെയാണോ? ആ ഹിന്ദി പറയണം, എന്താന്ന് പോലും അറിയില്ല. സാധാരണ ഉള്ളതിനേക്കാളും ഭയങ്കര കുറവാണ് തിരക്ക്. ഞങ്ങൾക്ക് അതുകൊണ്ട് സീറ്റ് ഇരിക്കാൻ കിട്ടി. എല്ലാവരും പോയ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ മെൻഷൻ ചെയ്താണ്. പോയി എല്ലാവരും ഫോളോ ചെയ്യാം പ്ലീസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല് ഗൈസ്. ഒത്തിരി പേര് 200 സംതിങ് എന്തോ രണ്ടാമത്തെ വീഡിയോ ഇട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. 55 സംതിങ് എന്തോ ഉള്ളൂ. സോ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ്. പിന്നെ പുതിയ വീഡിയോ ഇട്ട് അറിയണ്ടേ, ഞാനേ വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടുന്നത്. അപ്പൊ ആ വീഡിയോ എങ്കിലും കാണണമെങ്കിൽ ദേവി ഏതാ ബെല്ല് നടിച്ചു പൊട്ടിക്കുക. ബെല്ലടിച്ചു പൊട്ടിക്കുക. പിന്നെ പിന്നെന്താ ചെയ്യണ്ടേ? മണി അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അതെ ഷെയർ ചെയ്യേണ്ടതാണ്. ഞാൻ ചെയ്യുന്ന കുറച്ച് കാശ് കൊടുക്കുക. ഇതിനകത്ത് അവസാനം നമ്മൾ QR സ്കാൻ ചെയ്ത് നല്ല ഐഡിയാണ്. ആൽബിനെ വെക്കുന്ന കേട്ടോ. ആൽബിക്കും ധർമ്മം കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിന് ഒരു ഷർട്ട് മേടിക്കണമെന്നാണ്. അപ്പൊ ഷർട്ട് മേടിക്കണം. പിന്നെ ചെറുക്കണ ഐഫോണൊക്കെ കണ്ട് പേടിക്കണ്ട, പാവപ്പെട്ടവനാണ്. അതെ, കടാണ്. മൊത്തം കടമാണ്, ബാധ്യതയാണ്. ഞങ്ങള് വന്നിറങ്ങി. ഇതാണ് നമ്മളെവിടെ വന്നിറങ്ങിയേ? തേടിക്കൊണ്ട് അവൻ ഫുൾ ടൈം ഫോണില് നോക്കി. ഞങ്ങൾ ഇറങ്ങണ ഇറങ്ങി വന്നതാണ്. അവൻ എവിടെ ഇറങ്ങിയത്? എവിടെയാണ് ഇറങ്ങിയത്? ആ കണ്ടോ വീട്ടിക്ക്. അതെന്താ അവൻ ഫോണിൽ നോക്കിയില്ല, അതുകൊണ്ടാണ്. ജനസഭ എത്തി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സ്ഥലം? ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയോ? ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. ഞങ്ങൾ വെളിയിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ, കാരണം ഇതിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല. ഞങ്ങൾ 7 പേര് ഇതിന്റെ അകത്ത് കയറി. ഒരുമുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തു. ഞങ്ങൾ 3 പേര് ഇവിടെ ഒലക്കമേലും കിടക്കാം. പിന്നെ
പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ഒന്നും ഇടാനൊന്നും പറ്റിയല്ല. അപ്പൊ ഒരാൾക്ക് 20 രൂപ വെച്ചാട്ടോ പോണേ. ഒരാൾക്ക് 20 രൂപ വെച്ചാണ് ഇപ്പൊ പോണത്. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ പഴയകാട്ടിലോട്ട്. ഞങ്ങളപ്പോ ബാക്ക് സൈഡ് ഗേറ്റിലായിരിക്കും ചെന്ന് ഇറങ്ങാൻ പോണ. അറിയില്ല, നോക്കണം. ആൽവിൻ മതിയുടെ ചോദിച്ചത് ചീത്തച്ചക്കൻ. ഞങ്ങളവിടെ എത്തിയിട്ടിനി ബാക്കി വീഡിയോസ്. ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ സ്റ്റെയർ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ ഇപ്പൊ ആ സൈഡിലെത്തണം. അവിടെയാണ് എൻട്രി എക്സിറ്റ് ഉള്ളത്. ഇവിടെയൊക്കെ കൊറേ സെയിലൊക്കെ നടക്കുന്നുണ്ട്. ഒരു ടിബറ്റിയൻ വൈബാട്ടോ ഇവിടെ മൊത്തം. നേപ്പാളീസ് ആണ് കൂടുതലുള്ളത്. സോ ഒരു ചൈനീസ് ക്യാബേജ്, ഒരു പൂച്ച അതിനെ കഴുത്തല് കുടിച്ചേക്കുന്നതാണ്. ഞാനും നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് കുറെ ആൾക്കാരൊക്കെ കാണും ഇവിടെ. പിന്നെ ഭയങ്കര സൗണ്ടായിരിക്കും, ബഹളമായിരിക്കും. ഞാൻ പറയുന്ന ഓടി ഒന്നേരം കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ ഇവിടെ സോക്സ് ഒക്കെ ഭയങ്കര വില കുറവാ. 20 രൂപ 10 രൂപയൊക്കെ ഉണ്ട് സോക്സിന്. ചിലപ്പോൾ 6 എണ്ണമൊക്കെ 60 രൂപയ്ക്കൊക്കെ കിട്ടും. 60 അല്ല 7 പീസൊക്കെ കിട്ടും 60 രൂപയ്ക്ക്. ഇതൊക്കെ വില കുറവാണ്. നല്ല നല്ല ഇമോജീസ് ഒക്കെ ഉള്ള. വേണ്ടല്ല, വാ നമുക്ക് നടന്നിട്ട്. എനിക്ക് ഷൂ ഇഷ്ടപ്പെട്ടു. നീ നോക്കണ കുറ്റമുണ്ട്. ഞാൻ അങ്ങനെ മേടിക്കാൻ പോണില്ല, കാരണം കയ്യിൽ പൈസ ഇല്ലെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടും തിന്നാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇറങ്ങിയത് കൊണ്ടും ഒന്നും മേടിക്കാൻ പോകുന്നില്ല. മേടിക്കാടെ എല്ലാം മേടിക്കുന്നുണ്ടോ? എനിക്ക് എന്ത് രസമല്ലേ. കക്കാനുള്ള ഐഡിയ പറഞ്ഞുതരാതെ മേടിക്കാനുള്ള ഐഡിയ പറഞ്ഞുതരില്ല കേട്ടോ ഗൈസ്. അതൊരു സഡൻ ഷോട്ടായിരുന്നു. സോ ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു അമ്പലമുണ്ട്. ഇതാണ് അമ്പലം. ഇതൊരു ബുദ്ധ അമ്പലമാണ് ഗൈസ്. മറ്റേ സാധനം തിരിക്കണേ. തൊട്ട് നമ്മൾ എന്താ ആഗ്രഹിച്ചാലും നടക്കുമെന്നാണ് പറയുന്നത്. കപ്പലത്തിന്റെ കൂടെ പട്ടി പോസിന് ഇരുത്തോണ്ട് നല്ല രസം. ഇതെന്തോ ഒരു കൊറിയൻ ഫുഡ്, പിന്നെ ഇത് കിട്ടുന്ന ആ ഒരു സ്റ്റൈലുള്ള തിങ്സാണ് ഇവിടെ കൂടുതൽ കിട്ടുന്നത്. പക്ഷെ ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണെന്ന് പറയാതിരിക്കാൻ. ഫുഡാവട്ടെ വാട്ടറാവട്ടെ എല്ലാം നല്ല രീതിയിൽ നല്ല കോസ്റ്റ്ലിയാണ്. ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ ചില ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം.
മമ്മി അവിടെ എന്തൊക്കെയൊക്കെ അടിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. മലയാളികൾ എവിടെ ചെന്നാലും മലയാളികൾ തന്നെയാണ്. ഇതാണ് ഇവിടെ നല്ലൊരു ചൂടുണ്ട്. മമ്മി എന്താണ് മമ്മി? പപ്പ ഇതുവഴി പോവാ. പപ്പ ഈ വഴി വാ, വേറെ വഴിയില്ല. സാരില്ല പറ്റേട്ടാ. ഇവിടെ കിംചി സ്റ്റോറാണ്. ഇത് ഉണക്കിറച്ചിയാണ്. പോർക്കും ബീഫൊക്കെയാണ്. ഉണക്കിറച്ചി. ഇതാണ് കൊറിയൻകാരുടെ എന്താ പറയാ വികാരം. ഈ സാധനം കാണുമ്പം ആരാണെങ്കിലും ഇവിടെ ഒന്ന് വന്നിത് മേടിക്കണമെന്ന് വിചാരിക്കും. അമ്മാതിരി വ്യൂ ആണിത്. ഇതുണ്ട്, ഇത് ഇറച്ചിയാട്ടോ. പക്ഷെ ഇതിനൊക്കെ ഭയങ്കര വില, അതായത് മേടിക്കാത്തത്. ഇത് ഇറച്ചിയാടാ, ഉണക്കിറച്ചി. അവരുടെ മെയിൻ സാധനമാണിത്. മോനെ ഇതാണ് സ്വർഗം. എന്റെ ഫേവറേറ്റ് സാധനമാണ്. മോനെ ഇതാണ് സ്വർഗം. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ പറയൂ. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗം ഇവിടമാണ്. ഇതാണ് ഞങ്ങളുടെ ലോകം. എന്റെ കൊറിയൻ കുട്ടികളുടെ വികാരമാണ്. അതെ, ഇതെല്ലാം തിന്നാൻ പറ്റുവാണെങ്കിൽ നല്ലതിൽ വിശ്വസിക്കുന്നു. വേറൊരു സാധനം കേട്ടോ, അതെ ഒരുത്ത കിടക്കണണ്ട പട്ടിയാണ്. ഈ പട്ടിയെ നമ്മൾ സെല്ല് ചെയ്യുന്നില്ല, പക്ഷെ അവനവിടെ സുഖം പിടിച്ച് കിടക്കുവാണ്. എന്റെ മോനെ കളിക്കുന്നുണ്ട്. സാധനമാണ്, പക്ഷെ ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ. ഇവിടെ ഞാനിപ്പോ നോക്കിയിട്ടില്ല. ഇതിലെന്റെ 2-3 കയ്യിൽ എന്റെ കളക്ഷൻ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ചന്ദനത്തിരികളാണ്. ബാഗ്. ഈ സാധനം ഓർമ്മ നിന്റെ കയ്യിലില്ലേ? ബ്ലാക്ക്. ഇവിടെ എല്ലാം ഈ കുഞ്ഞു വഴിയാണ്. 2-3-4 പേർക്കൊക്കെ പോകാൻ പറ്റിയ കുഞ്ഞു വഴി. ഒത്തിരി പേർക്കൊന്നും തിങ്ങി നിറക്കി പോകാൻ പറ്റിയ വഴി. ഓവറോൾ അടിപൊളിയാണ്. ഇതാരിത്? സുന്ദരനാണോ? ഹൈന. ലിയോ അതേപോലത്തെ ലുക്കാണ്. അനിയന്മാരെ കോക്കി ഇഷ്ടം. ഇവിടെ നീത്താണോ ഞാൻ മറ്റേ ഒരു ഗ്രീൻ കളർ ലീഫില്ലേ, അതിനെന്തോ പേര് പറയും. ഇതൊരു ഇല പുറത്ത്, ഓഷ്യൻ ഇല പുറത്തൊരു സാധനമാണ്. ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ബബിൾ ടീ ഏരിയ. ഇതിൽ ഞാൻ മേടിക്കാൻ പോകുന്നത് ഇതാണ്. ഇവിടെയുള്ള ഫ്ലേവേഴ്സ്. ഞാൻ പിന്നെ മേടിക്കാൻ പോകുന്നത് ബ്ലൂബെറി ബ്ലൂബെറി ആണ് ഞാൻ മേടിക്കാൻ പോകുന്നത്. ബ്ലൂബെറി അല്ലെങ്കിൽ കഫേ ആൻഡ് ചോക്ലേറ്റ്, അതും എനിക്ക് ഇഷ്ടം. മാംഗോ. സോ ഞാൻ ബ്ലൂബെറി മേടിക്കാൻ പോകുന്നത്. അവരുണ്ടാക്കുന്ന സീനാട്ടോ. ഇതിപ്പോ ഓർഡർ ചെയ്താലും ഈ അടുത്തെങ്ങാനും കിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇരുന്നോ? ആർക്ക് എന്തൊക്കെയാ വേണ്ടേ?
ഞാൻ എന്നാ മേടിക്കുന്നേ നീ പറ. ഞാൻ ഏതാ ഏറ്റവും കൂടുതൽ മേടിക്കാറുള്ളത് ഇവിടുന്ന്? ആ അതിന് ചോദിക്കില്ല. ആ ബ്ലൂബെറി ആണ് ടേസ്റ്റ്. ഞാൻ എവിടെ പോയാലും ബ്ലൂബെറി ബ്ലാക്ക് കറണ്ട് ഇത് രണ്ടോ. ആ നമുക്കങ്ങ് പറയാം. ഇവരെന്തേലും പറയും. എല്ലാത്തിന്റെയും ഐശ്വര്യം ഈ കടയുടെ ഐശ്വര്യം ഇത് പറഞ്ഞ ഇവർക്ക് ബിസിനസ് ആണ് കേട്ടോ. അവിടെ അവര് 200 രൂപ സെയിം സാധനമാണ് അവിടെ കിട്ടുന്നത്. അതവരവിടെ 200 രൂപ ആ റേറ്റിനാണ് അവിടെ കൊടുക്കുന്നത്. 200, 150 ആ റേറ്റ്. ഇവിടെ അവര് 20 രൂപ കുറച്ച്, ഇതല്ല 30 രൂപ കൂടെ കുറച്ച് ഇവര് 150 രൂപയ്ക്ക് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെയാണ് കച്ചവടം കൂടുതൽ. സത്യമാണ്. കാരണം അവിടെ കച്ചവടം ഇല്ല. അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും ഇവിടുന്ന് മേടിക്കുള്ളൂ. അപ്പൊ ഈ കടയുടെ ഐശ്വര്യമാണ് ആ നിൽക്കുന്ന ഐറ്റം. സോ എനിക്ക് എന്റെ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും ബ്ലൂബെറി ബ്ലാക്ക് കറന്റ് ഇത് രണ്ടോ. നമുക്കങ്ങ് 1 hour later. എനിക്ക് എന്റെ 1 മണിക്കൂറത്തെ കാത്തിനു ശേഷം എന്റെ ചോക്ലേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചോക്ലേറ്റ് കാഫി വേണം. ക്ലോസ്ഡ് സർ, വെളിയില് ബോർഡ് പാക്കலையா? ചോക്ലേറ്റ് കാഫി. ചോക്ലേറ്റ് കാഫി ഇതെങ്ങനെയാണ് നമ്മൾ എടുത്ത് വെക്കുക? കുപ്പിനെ ആടയില്ല. അമ്മ അവിടെ പോയിട്ട് 3 ബബിൾ ടീ എന്നൊക്കെ പറഞ്ഞ് മാസമായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. എന്നാ മമ്മി മലയാളി ആക്കുവോ? അവരെ മലയാളം പഠിപ്പിക്കും മിക്കവാറും മമ്മി. 3 ബബിൾ ടീ ആദ്യമായിട്ടാണ് സ്ട്രോ ഇട്ട് ബിയർ കുടിക്കുന്ന കാണുന്നത്. നമ്മൾ സമ്മതിച്ചു. അതെ മമ്മിയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. നല്ല ഞാൻ തുറന്നിട്ട് കഴിച്ചാ ഇതിനെത്രയായിരുന്നടാ? ഉള്ളത് പറയാലോ. ബിയർ കുടിക്കുന്ന ലാഭം. കളി എടുത്ത് തുടങ്ങി കേട്ടോ. മാച്ച് തുടങ്ങി. ക്രിക്കറ്റ് മാച്ച് ഉണ്ട് ചോദിച്ചു. എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നടക്കുന്നത്. എന്ത് ഇന്ത്യക്കാരിയാണല്ലോ ഞാൻ. ഒന്നും ചെയ്യാൻ പറ്റില്ല. $8 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാലും മമ്മി ഇരുന്നേച്ചു. ഇപ്പൊ കിട്ടും. കടയുണ്ടോ? ഞാൻ അവിടെ ഇത് ചെറുപ്പോലെ ഞാൻ എടുത്തോട്ടെ. ഞാൻ ഈ സൈഡിൽ കൂടെ പോടാ. ഇവൻ ചെയ്യുന്നത് ശരിയാണോ കഴിച്ച്? ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ കയറി പോവാ. എന്റെ പാന്റിന് ഒടുക്കത്തെ ഇറക്കാണ്. ഇതുണ്ടോ? ഇത് ഇന്നത്തെ ദിവസം തീർമാനമായെന്ന് എനിക്ക് തോന്നുന്നു. ഓ ചെരുപ്പ് എന്ത് ഭംഗിയല്ലേ. കർച്ചീഫിന് വരെ 150 രൂപ, 200 രൂപ, 300 വരെ പറയാം. कितने के लिए? कौन सा है? ये 800 पूरा एक पीस के लिए. इसका 800 और ये ഓക്കെ. ഹാ 800 മറ്റേന് 1200.
അല്ല അല്ലേ സ്ഥലത്തേക്ക് കൊള്ളുമ്പോ കാണാം. ഇതിനും പതിണ്ടാവുള്ളൂ അവിടെ 50 രൂപ. വെറുതെ നോക്കാൻ ആ പിന്നെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ എന്ത് ഇത്ര റേറ്റ് എന്ന് പറയണ്ടേ. പക്ഷെ ഇവിടുത്തെ നല്ല സാധനമായിരിക്കും കേട്ടോ, ക്വാളിറ്റി. സരോജിനിയിലെ ഒരു ഇതിന് ഓൾമോസ്റ്റ് കുറെ കാണിച്ചത്. ഇനി അങ്ങോട്ട് നിറയെ കടകളുണ്ട്, അവർ കാണിച്ചു തരുന്നതാണ്. അപ്പം ഞങ്ങളിത് ഈ കോഫിയും കുടിച്ച് നടപ്പാണ്. ഭയങ്കര വില ആയതുകൊണ്ട് മേടിക്കാൻ പറ്റുന്നു, പക്ഷെ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ല മോഡേൺ ഫാഷനബിളായിട്ടുള്ള സാധനങ്ങൾ. ഗായ്സ്, സോ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞാൻ പറഞ്ഞ പോലെ ആ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു കുഞ്ഞു ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് നടക്കുന്ന ടൈമായിരുന്നു. എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സോ മാച്ച് കാണുമായിരുന്നു. അപ്പം മാച്ചിൻ്റെ കളി നന്നായിട്ട് പോയതുകൊണ്ട് അത് കണ്ടങ്ങനെ ഇരുന്ന് പോയി. അപ്പോൾ വീഡിയോസൊന്നും അധികം എടുത്തില്ല. ഇപ്പം ഞങ്ങളിനി തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ അടുത്ത വ്ളോഗ് ഉടനെ തന്നെ ഇടുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒരു സ്പെഷ്യൽ വീഡിയോ സെറ്റ് വരുന്നുണ്ട്, ഇപ്പോഴല്ല, അതൊരു നെക്സ്റ്റ് ഇയറിലാണ് ഇനി വരാൻ പോകുന്ന അടുത്ത വീഡിയോസൊക്കെ. ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയി കാണുക എല്ലാവരും. ഞാനത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പോയി കാണുക. എന്നിട്ട് ഇങ്ങനത്തെ ഇനിയും കുറേ വീഡിയോസ് ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, കുക്കിംഗ് വീഡിയോസ്. പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ല്, ഇതെല്ലാം എല്ലാവരും ചെയ്യുക പ്ലീസ്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും. സബ്സ്ക്രൈബ് കറോ.